ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ എത്രയും വേഗം ഒരു മൂവ്മെന്റ് നടത്തണം. കേരളത്തിലെ അന്തരീക്ഷം തീവ്രവാദത്തിന് ഇതുവരെ അനുകൂലമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മറ്റ് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഇവിടേക്ക് വരുന്നുണ്ട്. അവരൊക്കെ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതെന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഞാൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട്സ് തന്നിട്ടുണ്ട് സർ. ഐ നോ, ഞാൻ ആ റിപ്പോർട്ടുകൾ കണ്ടു. അതിൽ പറയുന്നതനുസരിച്ച് തീവ്രവാദികളും സാമൂഹ്യ വിരുദ്ധരും തമ്മിൽ ചേർന്നിരിക്കുകയാണ്. പരസ്പരം സഹായിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് അറസ്റ്റുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാ ഏക മാർഗമെന്ന് എനിക്ക് തോന്നുന്നത്. ജാനറ്റ് എന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ റഫറൻസ് ഉണ്ട്. വിദ്യാഭ്യാസവും സോഷ്യൽ സ്റ്റാറ്റസും ഉള്ളവർ ഇത്തരം സംഘങ്ങളുമായി ചേരുന്നത് അപകടമാണ്. ഇത്തരക്കാരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. ശരി സർ. ജാനറ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷനുകളും കളക്ട് ചെയ്ത് എന്നെ അറിയിക്കണം. എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും വേണം. എന്താ, സ്നേഹയ്ക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. പക്ഷേ ജാനറ്റിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണമല്ലോ. ഐ മീൻ അവരുടെ ഫ്യൂച്ചർ, ആഫ്റ്റർ എഫക്ട്സ് അതൊക്കെ ചിന്തിക്കണ്ടേ? ATM റോബറിയിലും ബാങ്കുകളെ കബളിപ്പിക്കുന്നതിലും ജാനറ്റിന്റെ പങ്കാളിത്തം വ്യക്തമായി കഴിഞ്ഞതല്ലേ? പക്ഷേ അതിനൊന്നും കൃത്യമായ തെളിവുകളില്ലല്ലോ സർ. നോ, നമുക്കിപ്പോൾ ആവശ്യം ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരെ പിടികൂടുക എന്നതാണ്. ജാനറ്റിന് അവരുമായി ബന്ധമുണ്ടെന്ന് സംശയം തോന്നുന്ന സ്ഥിതിക്ക് അവരെ അറസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ശരി സർ, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് മെയിൽ ചെയ്താൽ മതി. എന്താ? ഈ വീട്ടിലല്ലേ ജാനറ്റ് മോള് താമസിക്കുന്നത്? അതെ, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എങ്ങോട്ട് പോയതാ? ഒരു ജോലിയുടെ കാര്യത്തിന് പോയതാ. ഇന്ന് മോളുടെ പിറന്നാളാ. ഞാൻ രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനവും മൃത്യുഞ്ജയ ഹോമവും ഗണപതി ഹോമവും ഒക്കെ നടത്തി. ആ പ്രസാദവും കൊണ്ട് വന്നതാ. ജാനറ്റിന്റെ ആരാ? ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ എനിക്കറിയില്ല. ബന്ധുവാണെന്ന് ചോദിച്ചാൽ അല്ല. ഒന്ന് മാത്രം എനിക്കറിയാം, ഞാനും എന്റെ മോനും ജീവിച്ചു പോകുന്നത് ജാനറ്റ് മോളുടെ സഹായം കൊണ്ട്. അമ്മയുടെ വീട് എവിടെയാ? കുറച്ചു വടക്കാ. എന്റെ മോന് ഈയിടെ ഒരു അപകടം പറ്റി. കിടന്ന കിടപ്പില്ല. എത്ര നാളെന്ന് വെച്ചാ ചികിത്സിക്കുന്നത്? എല്ലാത്തിനും കാശ് വേണ്ടേ? ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാ ജാനറ്റ് മോള് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഭക്ഷണത്തിനോ മോന്റെ മരുന്നിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ദൈവങ്ങളുടെ സ്ഥാനത്താ ഞാൻ ഇന്ന് ആ കുഞ്ഞിനെ കാണുന്നത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരാരാണോ അവരല്ലേ നമ്മുടെ ദൈവം. മോൾ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ജാനറ്റ് മോളുടെ കൂട്ടുകാരിയാണെങ്കിൽ മോൾ ഈശ്വരി അമ്മ വന്നിരുന്നു എന്നൊന്ന് പറയണം. ഈ പ്രസാദം കൊടുക്കുകയും വേണം. ഞാൻ കൊടുത്തേക്കാം. ഈ ലോകത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് എന്റെ മോൻ എപ്പോഴും പറയും. എന്തൊരു സ്നേഹമാ ജാനറ്റ് മോക്ക്. 2 ദിവസം കൂടുമ്പോഴെങ്കിലും എന്റെ മോനെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കും. ഇത്രയൊക്കെ ചെയ്യാനുള്ള ബന്ധങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല. ജാനറ്റിനെ അമ്മയ്ക്ക് കാണേണ്ട അത്യാവശ്യമുണ്ടോ? വേണ്ട മോളെ, എന്തോ ജോലിക്കാര്യത്തിന് പോയിരിക്കുന്നല്ലേ പറഞ്ഞത്. തിരക്കൊക്കെ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് കണ്ടോളാം. ജാനറ്റ് മോക്ക് ഒരു ആപത്തും വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്നെ പോലെ ആരോരുമില്ലാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. അത്രയ്ക്ക് നല്ല സ്വഭാവമല്ലേ. ആ കുഞ്ഞിനെ ആർക്കും ഉപദ്രവിക്കാൻ തോന്നരുത്. എവിടെ ചെന്നാലും ജയിച്ചു വരണം, അതാണ് എന്റെ പ്രാർത്ഥന. എന്നെ പോലുള്ളവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി അമ്മേ.
ഒരുപാട് പുണ്യപ്രവർത്തികൾ ജാനറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ജാനറ്റ് കഷ്ടപ്പെടുന്നു. ഇവരുടെയൊക്കെ പ്രാർത്ഥന ജാനറ്റിനുണ്ട്.